ഹായ് മച്ചാന്മാരെ, നമ്മൾ നിൽക്കുന്നത് അഖിൽ സത്യന്റെ വീടിന് പുറകിലാണ്. മച്ചാന്മാരെ, നിങ്ങളോടല്ല എനിക്ക് വളരെ വലിയൊരു നന്ദിയാണ് പറയാനുള്ളത്. കാരണം കഴിഞ്ഞ വീഡിയോ ഒരിക്കലും ഹിറ്റാവുന്ന പ്രതീക്ഷിച്ചതല്ല. അത് അത്യാവശ്യം നല്ല റീച്ചൊക്കെ കിട്ടി. പൈസ ഒന്നും കിട്ടിയില്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാരൊക്കെ കണ്ടു. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പുതിയൊരു സ്പെഷ്യൽ ആയിട്ടാണ് ഞാനും എൻ്റെ കൂട്ടുകാരും വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇന്ന് നമ്മുടെ കൂടെയുള്ള ആദ്യ മച്ചാണ്. മച്ചാനെ അപ്പൊ മച്ചാന്മാരെ, നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കുകയാണ്. കമോൺ മച്ചാന്മാരെ. മച്ചാന്മാരെ, ഈ പ്രാവശ്യം നമുക്ക് നല്ല പഞ്ഞി പോലത്തെ അല്ല, നല്ല പൂ പോലത്തെ കോഴിയാണ് കിട്ടിയേക്കുന്നത്. എന്തൊരു സുഖം. അയ്യോ മച്ചാനെ, അടുത്ത് വാ. നമ്മുടെ മച്ചാന്മാരെയൊക്കെ കാണിക്കതേ. നമ്മൾ ഇതൊക്കെ ആവശ്യമില്ലാത്ത കൊഴുപ്പൊക്കെ നമുക്കിത് ഇങ്ങനെ പറിച്ച് കളയാം. അയ്യോ മച്ചാന്മാരെ, നീ ഇങ്ങോട്ട്. മച്ചാന്മാരെ, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അൽഫാമാണ്. അത് പറയാൻ മറന്നുപോയി മച്ചാന്മാരെ, സോറി. അയ്യോ. ഇപ്പൊ മച്ചാന്മാരെ, നമ്മൾ ഇതിന്റെ ഈ കൊഴുപ്പൊക്കെ പതുക്കെ ഇങ്ങനെ ഇളക്കി കളയാം. ചെറിയ കൊഴുപ്പൊക്കെ ഇരുന്നോട്ടെ. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ഈ നമ്മുടെ കത്തിക്കുമ്പോഴത്തേനും അങ്ങ് ഒഴുകി പൊക്കോളും. പിന്നെ നമ്മളെ ആദ്യമേ പൊളിയായിട്ട് പണി എടുക്കുന്ന മച്ചാന്മാരെ, എനിക്കിത് ഒരു പണിയും ചെയ്യേണ്ട കാര്യമില്ല. ചുമ്മാ ഇങ്ങനെ വായിട്ട് അലച്ചോണ്ടിരുന്നാൽ മതി. മച്ചാന്മാരെ, ഇനി നമ്മൾ നമ്മുടെ മസാലക്കൂട്ടാണ് മച്ചാന്മാരെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പൊ നമുക്കിതിന് വേണ്ട സാധനങ്ങൾ മച്ചാന്മാരെ, ഞങ്ങളുടെ ഫേവറേറ്റ് ആയ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. മച്ചാനെ, അടുത്ത് വാ, കാണിച്ചു കൊടുക്കും പിള്ളേർക്ക്. നല്ല കത്രിയാണ് മച്ചാന്മാരെ, മുറിയുന്നില്ല. നമ്മൾ ഇതിടാൻ പോവുകയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും കൊള്ളാം മച്ചാന്മാരെ. ജിഞ്ചർ ഗാർലിക് നമ്മളിവിടെ ഏകദേശം ഒരു 12 പീസ് ചിക്കനാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിന് അനുസരിച്ചുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. 12 പീസ് എന്ന് പറയാൻ നമ്മൾ 3 കോഴിയാണ് മച്ചാന്മാരെ മേടിച്ചേക്കുന്നത്. 2 ഒരു 50 പൈസയുടെ കോഴിയാണ് മേടിച്ചേക്കുന്നത്. ഇപ്പൊ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ സെറ്റ് ആക്കിയിരിക്കുന്നു. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള നമ്മുടെ ഗരം മസാല. അത് കുരുമുളക് പൊടിയാണ് മച്ചാനെ. ഇതാണ് ഗരം മസാല. ഓക്കെ, നമ്മൾ ഗരം മസാല ഇടുകയാണ്. ഇതൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചാണ് മച്ചാന്മാരെ ഇടുന്നത്. നമ്മൾ അൽഫാം ആയതുകൊണ്ട് കൂടുതലും മച്ചാന്റെ ഇവിടെ എല്ലാം ഗരം മസാല ആക്കിയിരിക്കുന്നു. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചാണ് ഇടുന്നത്. ഇനി നമ്മൾ ഒരു പേരിന് കുറച്ച് ഇത് ചില്ലി പൗഡറാണ് നമ്മൾ ഇടുകയാണ്. കാശ്മീരി ചില്ലി പൗഡർ. ഞാൻ പറഞ്ഞ പോലെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഇത് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. കാരണം ഇതാകുമ്പോൾ കൂടുതൽ കളറും കിട്ടും, ഒത്തിരി എരിവും വരത്തില്ല. പിന്നെ ഇനി നമ്മൾ ഇടാൻ പോകുന്നത് കുരുമുളക് പൊടിയാണ് മച്ചാനെ. കുരുമുളക് പൊടിയാണ് ഇതിന്റെ മെയിൻ ഒരു ടേസ്റ്റിന്റെ അട്രാക്ഷൻ. ഇവിടെ അങ്ങനെയല്ലടാ പൊട്ട. ഇവിടെ നാരങ്ങ ഇങ്ങനെയാണ് ഇവിടെ കട്ട് ചെയ്യുന്നത്. ഇങ്ങനെ പൊട്ടയുടെ സൈഡിൽ നിന്ന് മച്ചാനെ പോളിടെക്നിക്. ഞാൻ കമ്പ്യൂട്ടർ എനിക്കറിയത്തില്ല. നമ്മുടെ അഖിൽ മച്ചാൻ നമ്മൾ വരുമെന്ന് പറഞ്ഞാൽ ഇതൊരു വന്നിട്ടില്ല, അറിയത്തില്ല. വണ്ടിയിലാ വന്ന ടോറസൊക്കെ ഇവിടുന്ന് വലിയ പടവരായെന്ന് അറിയത്തില്ല. അപ്പൊ നമ്മൾ ഇനി ആഡ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഉപ്പാണ് മച്ചാന്മാരെ. ആവശ്യത്തിന് ഉപ്പ്. മച്ചാൻ അടുത്ത് നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുകയാണ്. കേട്ടോ, ഇവിടെ 12 ചിക്കനുണ്ട്. അത് നമ്മൾ അഖിൽ മച്ചാന്റെ ശബ്ദമാണ് നമ്മളവിടെ കേട്ടത്. ഇപ്പൊ നമ്മളിനി ഇടാത്തതായിട്ട് എന്താണ് മച്ചാന്മാരെ ഉള്ളത് നിങ്ങൾ പറയൂ. വേറെ ടർമറിക് പൗഡർ നമ്മൾ ഇട്ടിട്ടില്ല, അതായത് മഞ്ഞൾപ്പൊടി. നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുകയാണ് കളറിന് വേണ്ടി. ഏതായാലും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തീ പിടിച്ച് കളറാണ്, അതുകൊണ്ട് നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഇടുകയാണ്. നമ്മൾ തൈരാണ് ഇടാൻ പോകുന്നത്. തൈര് ചിക്കനല്ലേ. ഇനി നമ്മൾ അടുത്തതായി നാരങ്ങ നീര് ആഡ് ചെയ്യാൻ പോവാണ്. നാരങ്ങ നീരിന്റെ കാര്യം പറഞ്ഞപ്പോൾ മച്ചാനോട് നാരങ്ങ കൊണ്ടുവരാൻ പറഞ്ഞ പുള്ളി കൊണ്ടുവന്നേക്കുന്നതാണ് ഓറഞ്ച്. +2 ആയി. +2 കഴിഞ്ഞ് കോളേജ് പോറേ ഓറഞ്ച് കിണു അതേക്കുന്നത് വലിയ നാരങ്ങാന്നും പറഞ്ഞോണ്ട്. മച്ചാനെ, അപ്പൊ നമ്മള് നാരങ്ങ എല്ലാം പിഴിഞ്ഞൊഴിക്കുകയാണ്. നമ്മുടെ സ്പെഷ്യൽ
റെസിപ്പിയാണ്. തൈര് നാരങ്ങ നമ്മൾ ഒരുമിച്ചാണ് ഒഴിക്കുന്നത്. എല്ലാം പറ്റുമോ? കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തതായിട്ടൊരു വീഡിയോ ഇടുന്നതായിരിക്കും, നമ്മളെ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലെന്ന് അറിയിക്കാനായിട്ട്. അയ്യോ ദാരിദ്ര്യം. തൈര് നാരങ്ങ നമ്മൾ മിക്സ് ചെയ്യാണ്. അടുത്തതായി എല്ലാവരും കഴിഞ്ഞ പ്രാവശ്യം കുറ്റം പറഞ്ഞാണ് നമ്മൾ 2 കൈ കൊണ്ടാണ് മസാല കുഴച്ചത്. നമ്മൾ ഇൻഎക്സ്പീരിയൻസ് കാരണം കുഴച്ചാണ്. ഇത് നമ്മൾ ഒറ്റ കൈ കൊണ്ടാണ് നമ്മൾ മസാല കുഴക്കുന്നത്. ഒറ്റ കൈ കൊണ്ടാണ് നമ്മൾ മസാല ഒഴിക്കുന്നത്. നല്ല നമ്മളിത് നല്ല ലൂസായിട്ട് തന്നെ മസാല വെക്കണം മച്ചാന്മാരെ, എന്നാലേ അത് നല്ലതായിട്ട് നല്ല തേച്ച് പിടിപ്പിക്കാൻ പറ്റത്തുള്ളൂ. മച്ചാന്മാരെ നമ്മളിനി അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പൂ പോലത്തെ ചിക്കൻ്റെ വരഞ്ഞു കൊടുക്കാൻ പോവുകയാണ് മച്ചാന്മാരെ. നല്ലതേ സ്ലൈസായിട്ട് ഇതിങ്ങനെ വരഞ്ഞു കൊടുക്കുകയാണ് മച്ചാന്മാരെ. ഇങ്ങനെ നമ്മൾ വരഞ്ഞു കൊടുക്കുകയാണ്. നമ്മുടെ ആദ്യത്തെ മച്ചാൻ നമുക്ക് വരഞ്ഞു തരുന്നതാണ്, നമ്മൾ ആ സമയത്ത് മസാല തേച്ച് പിടിപ്പിക്കുന്നതാണ്. നമ്മുടെ മസാല തേച്ച് പിടിപ്പിക്കുകയാണ്. നമ്മൾ ഇടത് കൈയിൽ വെച്ച് വലത് കൈ കൊണ്ട് വേണം മസാല തേച്ച് പിടിപ്പിക്കാൻ. കാണുന്നില്ലേ മച്ചന്മാരെ, നല്ല അടിപൊളിയായിരുന്നു. നമ്മുടെ ഈ വരഞ്ഞിട്ടേക്കുന്നതിൻ്റെ ഇടയ്ക്കോട്ടൊക്കെ മസാല ഇങ്ങനെ കയറ്റി വിടുക. കണ്ടില്ലേ മച്ചാന്മാരെ, നമ്മൾ നല്ല മസാല നല്ല ലൂസായിട്ട് എടുക്കണം, എന്നാലേ ഇതിങ്ങനെ നല്ലതായിട്ട് പെരട്ടാൻ പറ്റത്തുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ കുറേ പേര് കംപ്ലൈൻറ്റ് പറഞ്ഞാണ് ഞാനിത് മസാല തേക്കുന്ന മൈലാഞ്ചി ഇടുന്ന പോലെയാണ്. അതെല്ലാം ഞാൻ മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതേ നല്ലതായിട്ട് മസാല തേച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നമ്മുടെ ചിക്കനൊക്കെ മസാലയൊക്കെ പറ്റി നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മറ്റേ വാ കണ്ടോ, നമ്മളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളൊരു 1 മണിക്കൂർ 1.5 മണിക്കൂർ വെക്കാൻ പോവാണ്. അതുപോലെ നമ്മൾ കരള് എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതൊരു 2 മണിക്കൂർ അങ്ങ് വെച്ചേക്കാം. ഓക്കെ മച്ചാമാരെ, നമ്മുടെ എല്ലാം ബാർബിക്യൂ അല്ല അൽഫാം ചെയ്യാനുള്ള എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ അഖിൽ മച്ചാൻ വന്നിട്ടുണ്ട്. അഖിൽ മച്ചാനെ വരൂ. നമ്മുടെ അഖിൽ മച്ചാൻ വന്നിരിക്കുന്നു. മരിച്ചു എന്ന് വിചാരിച്ചു വന്നിരിക്കും. അപ്പൊ നമ്മളെ അഖിൽ മച്ചാൻ ഇങ്ങോട്ട് ഐശ്വര്യമായിട്ട് നമ്മളെ എല്ലാം ഹോമകൊണ്ടായിട്ട് വെച്ചിട്ടുണ്ട്. അരുണാചലിന്റെ ഐശ്വര്യം. അങ്ങനെ നമ്മളെ തീ കത്തി തുടങ്ങിയിരിക്കുന്ന മച്ചാന്മാരെ, ഇനി നമുക്ക് ചെറുത്ത എന്തെങ്കിലും വെച്ച് കൊടുക്കാം. മച്ചാന്മാരെ നമ്മളത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിതൊന്നും ഇനി ചിരട്ടയിലൊന്ന് കത്തി ഒന്ന് കണ്ണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം മച്ചാന്മാരെ. ഓക്കെ മച്ചന്മാരെ, നമ്മുടെ ചിക്കൻ ഓരോ പീസായിട്ട് എടുത്ത് വെക്കുകയാണ്. പുക കാരണം എന്നെ കാണാൻ പറ്റുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി. വാ മച്ചന്മാരെ വെച്ചേ. മച്ചന്മാരെ നമ്മുടെ 12 പീസും ഓരോന്നോരോന്നായിട്ട് അടുക്കി വെക്കുകയാണ്. മച്ചാമാരെ, അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ ചിക്കൻ എല്ലാം റെഡിയാക്കിയൊക്കെയാണ്. കാണാൻ മച്ചാമാരെ, ഇതാ നമ്മുടെ അഖിൽ മച്ചാൻ അത് കഴിച്ചിട്ട് എങ്ങനെയാന്ന് പറയുന്നതാണ്. അല്ലെങ്കിൽ നമുക്കിത് കഴിക്കാനായിട്ട് നമുക്ക് സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് നമ്മുടെ കണ്ണൻ മച്ചാന്റെ ചേച്ചി വന്നിട്ടുണ്ട്. ചേച്ചിക്ക് തന്നെ കൊടുത്തു നോക്കാം. ചേച്ചി കുറച്ചെടുത്ത് കഴിച്ചു നോക്കൂ. എന്തുടെ പരിപാടി നല്ലതെന്ന് പറയാം. അടിപൊളി. എങ്ങനെയുണ്ട് മച്ചാനെ പറയൂ. അടിപൊളിയാന്നാണ് പറയുന്നത് മച്ചാമാരെ. അങ്ങനെ നമ്മുടെ മിഷൻ പാസ്റ്റ് മച്ചാമാരെ. നമ്മൾ അങ്ങനെ നമ്മുടെ അൽഫാം എക്സ്പെരിമെന്റ് അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ക്യാമറാമാൻ അഖിൽ സത്യൻ. യോ ബ്രോ, ഇതാ നമ്മളെ കഴിച്ചതിന്റെ ബാക്കി നമ്മുടെ അഖിലിന്റെ പട്ടിയായ ടോമിക്ക് കൊടുക്കാണ്ട് നമ്മൾ പോവാണ്. പക്ഷെ എന്റെ ടോമിക്ക് വ്രതമായതുകൊണ്ട് അഖിൽ തന്നെയാണ് തിന്നാൻ പോകുന്നത്. അപ്പൊ ഈ വീഡിയോ ഇത്രയും കണ്ട് സപ്പോർട്ട് ചെയ്തതിന് വളരെ നന്ദിയുണ്ട് മച്ചാന്മാരെ. ഞാൻ നിങ്ങളെ പതിവ് പോലെ വെറുപ്പിക്കുന്നില്ല. സബ്സ്ക്രൈബും ബെല്ലൊക്കെ ഒന്ന് അടിച്ചേക്കുക. അപ്പൊ പൊളിച്ചേക്ക്.